എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിൽ ഒന്നാണ് സ്വയം അച്ചടക്കം. ഇത് ഒരു ദിവസം കൊണ്ട് വളർത്തിയെടുക്കാവുന്ന ഒന്നല്ല, മറിച്ച് നിരന്തരമായ പരിശീലനത്തിലൂടെയും ബോധപൂർവമായ ശ്രമങ്ങളിലൂടെയും നേടേണ്ട ഒന്നാണ്. സ്വയം അച്ചടക്കത്തിലൂടെ ഒരാൾക്ക് തൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താനും കൂടുതൽ ഉൽപാദനക്ഷമതയോടെ പ്രവർത്തിക്കാൻ സാധിക്കും. സ്വയം അച്ചടക്കം എങ്ങനെ ഫലപ്രദമായി വളർത്തിയെടുക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഒന്നാമത്തെ കാര്യം വ്യക്തമായ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുക എന്നതാണ്. നിങ്ങൾക്ക് എന്ത് നേടണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരിക്കണം. ലക്ഷ്യങ്ങളില്ലാത്ത ഒരു യാത്രയിൽ നാം എവിടെയും എത്തില്ല എന്ന് തിരിച്ചറിയണം. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ചെറുതും അളക്കാവുന്നതും സമയബന്ധിതവുമായിരിക്കണം. ഉദാഹരണത്തിന്, എനിക്ക് ആരോഗ്യവാനാകണം എന്നതിന് പകരം അടുത്ത 3 മാസത്തിനുള്ളിൽ 5 കിലോ ഭാരം കുറയ്ക്കും എന്ന് തീരുമാനിക്കുക. ഇത് നിങ്ങളുടെ ശ്രമങ്ങൾക്ക് ഒരു ദിശാബോധം നൽകുമെന്ന് തിരിച്ചറിയുക. രണ്ടാമത്തെ കാര്യം ഒരു ദിനചര്യ ഉണ്ടാക്കുക എന്നതാണ്. എല്ലാ ദിവസവും ചിട്ടയായി ശീലം വളർത്തിയെടുക്കുന്നത് സ്വയം അച്ചടക്കം വളർത്താൻ ഏറെ സഹായിക്കും. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, വ്യായാമം ചെയ്യുക, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക തുടങ്ങിയ ശീലങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ലക്ഷ്യബോധത്തോടെ പ്രവർത്തിപ്പിക്കാൻ പരിശീലിപ്പിക്കും. ഒരു ദിനചര്യ പാലിക്കുമ്പോൾ തീരുമാനമെടുക്കേണ്ട സാഹചര്യം കുറയുകയും ഊർജം പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കണം. മൂന്നാമത്തെ കാര്യം ചെറിയ ചുവടുകളോടെ തുടങ്ങുക എന്നതാണ്. വലിയ ലക്ഷ്യങ്ങളെ ചെറിയ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ജോലികളെ വിഭജിക്കുക. ഉദാഹരണത്തിന്, ഒരു പുസ്തകം മുഴുവൻ വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ദിവസവും 10 പേജ് വീതം വായിക്കാൻ തീരുമാനിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ലക്ഷ്യം ദുഷ്കരമായി തോന്നില്ല. മാത്രമല്ല, ഓരോ ചെറിയ വിജയം നേടുമ്പോഴും അത് കൂടുതൽ മുന്നോട്ടു പോകാൻ പ്രോത്സാഹനം നൽകും. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും. നാലാമത്തെ കാര്യം പ്രലോഭനങ്ങളെ നിയന്ത്രിക്കുക എന്നതാണ്. നമ്മുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിയുകയും അവയെ ഒഴിവാക്കുകയും ചെയ്യുക. ഉദാഹരണത്തിന്, പഠിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഫോൺ മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ സൈലന്റ് മോഡിൽ ഇടുകയോ ചെയ്യാം. പ്രലോഭനങ്ങളുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധ ലക്ഷ്യത്തിൽ ഉറപ്പിക്കാൻ സഹായിക്കും. അഞ്ചാമത്തെ കാര്യം പരാജയങ്ങളെ സ്വീകരിക്കുക എന്നതാണ്. സ്വയം അച്ചടക്കം വളർത്തുന്ന പ്രക്രിയയിൽ പരാജയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു ദിവസം നിങ്ങളുടെ ദിനചര്യ തെറ്റുകയോ ഒരു ലക്ഷ്യത്തിൽ നിന്ന് വഴിമാറിപ്പോവുകയോ ചെയ്താൽ നിരാശപ്പെടാതെ അടുത്ത ദിവസം വീണ്ടും ശ്രമിക്കുക. പരാജയങ്ങൾ ഒരു പഠനാനുഭവമായി കാണുക. സ്വയം കരുണയോടെ പെരുമാറുകയും വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുക. ആറാമത്തെ കാര്യം സ്വയം പ്രതിഫലം നൽകുക എന്നതാണ്. നിങ്ങൾ ഒരു ചെറിയ ലക്ഷ്യം പൂർത്തിയാക്കുമ്പോൾ സ്വയം പ്രതിഫലം നൽകുന്നത് പ്രചോദനം നിലനിർത്താൻ സഹായിക്കും. അതായത്, ഒരാഴ്ചത്തെ എക്സസൈസ് പൂർത്തിയാക്കിയാൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു സിനിമ കാണാൻ പോകാം. ഇത് നിങ്ങളുടെ മനസ്സിനൊരു നല്ല ഫീലിംഗ്സ് തരികയും തുടർച്ചയായി ലക്ഷ്യങ്ങൾ നേടാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. സ്വയം അച്ചടക്കം എന്നത് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇത് നിങ്ങളുടെ ആഗ്രഹങ്ങളെയും തീരുമാനങ്ങളെയും ശക്തിപ്പെടുത്തുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കണം. ഈ കാര്യങ്ങൾ നിങ്ങൾ ദിനചര്യയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുവരുവാനും കൂടുതൽ സന്തോഷവും വിജയവും നേടാനും സാധിക്കും.